കുനൂത്തോതുന്നു. മക്കയിൽ കുനൂത്തില്ലേ, മദീനയിൽ കുനൂത്തില്ലേ? ഇപ്പോഴും ഇല്ലേ പിതൃസ്കാരത്തിൽ കുനൂത്ത്? 4 മദ്ഹബുണ്ട്, ആർക്കും തർക്കമില്ല കുനൂത്ത് വേണമെന്നുള്ളതിൽ. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, കുനൂത്തോതുന്നവരായ നിലക്ക് നിസ്കരിക്കണമെന്ന്. ഇനി ഏതെങ്കിലും അരമൊഴിയാർ അതിന്റെ അർത്ഥം അങ്ങനെയല്ല ഒന്നും പറയണ്ട, തഫ്സീറൊന്നും കാണാതെ പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് ഓർമ്മയുണ്ട്, മുമ്പ് തലശ്ശേരിയിൽ നിന്ന് ഒരു അരമൊഴിയാർ കഴിഞ്ഞാൽ മൂപ്പര് മക്ബറയിൽ വരുന്ന നേരത്തെ പൈസ വീഴ്ചയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ പറയാം അസമൊഴിയാർ ശരിയില്ല. ഈ കേസ് മുന്നേ പറയുന്നത് ഞാൻ അവിടെ ഒരു ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, ജോസ്ഗിരി ഹോസ്പിറ്റലിൽ. ഞാൻ ചോദിച്ചാൽ എന്താ അയാൾ ഖൂമൂലില്ലാഹി ഖാനിതീൻ ആയത്ത് കുനൂത്തോതുന്നതിന് തെളിവായിട്ട് ഉദ്ധരിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾ കിതാബ് ഓതിയോ? എന്താ ജലാലിനി ഞാൻ ഓതിയിട്ടില്ലേ? ജലാലിനി ഞാൻ ഓതിയിട്ടില്ലേതാ? അപ്പൊ ഇതേ കിതാബ് തഫ്സീറുള്ളൂ. ഇമാം സുയൂത്തിയുടെ ദുറുൽ മൻസൂർ എടുത്തു നോക്ക്. അപ്പൊ അസമൊഴിയാരെ കണ്ടതുപോലെ കാണാത്ത മൗലവി അസമൊഴിയാരെ വിമർശിക്കുക. അരമൊഴിയാരാ അക്ബറെ പൈസ എടുത്തിട്ടാ പറയുന്നത്. അങ്ങനെയുണ്ട് ചിലര്. ഞാൻ മിഞ്ഞാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതു ശരിയില്ലാത്ത ആള് സദസ്സിലുള്ളത് കൊണ്ട് അവിടുത്തെ ഓത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയി. അത് കിതാബിലൊക്കെ ഉള്ളതല്ലേ, കിതാബിലൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ഒരു മൊയ്യാര് സാധാരണക്കാരെ വെച്ചിട്ട് പറയാ ഹേ അപ്പൊ പേരോട് റസൂലുള്ളാഹിയാ മൂപ്പർക്ക് പേച്ചേന് റസൂലുള്ളാഹിയാ ഉപമിച്ചത്. എല്ലാ മൊയ്യാരെ നിങ്ങളോട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു ദിവസം ദുഹർ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ സലാം വിട്ടിപ്പോയി. അപ്പൊ നാട്ടുകാരെല്ലാം കൂടി വന്നിട്ട് എന്താ മൊയ്യാരെ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വിട്ടു? അങ്ങനെയാ ആരണ്ട് കൊള്ള തന്നെ 2 കൂടി നിസ്കരിച്ചു. ആ പൊട്ടാകെ നാട്ടിൽ പോയപ്പോ അതിന്റെ ഇയാൾ 2 റക്അത്ത് നിസ്കരിച്ചു നിർത്താൻ കാരണം അപ്പൊ ഈ മൊയ്യാര് പറഞ്ഞു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു ദിവസം റസൂലുള്ളാഹി സലാം വിട്ടി പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അതിന് കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് 2 റക്അത്ത് കൂടി നിസ്കരിച്ചിട്ട് സഹീദ് സുജൂദ് ചെയ്യാ ചെയ്തത്. അതിനെ ഞാനും ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ നിങ്ങൾ റസൂലുള്ളാഹി വേറെ കാക്ക നിങ്ങൾ റസൂലുള്ളാഹി ഇതുപോലത്തെ കാക്കാമാരാകരുത് അരമൗലിമാര്. പഠിച്ചിട്ട് വേണം ദീന് പറയാൻ. അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നോ. പിന്നെ സാധാരണക്കാരെ വെച്ചിട്ട് പോയ പേരോട് പറഞ്ഞാൽ ശരിയല്ല. പറയുന്ന മുജാഹിദാനെ തർക്കമില്ല, അതെന്റെ സങ്കടം. മുജാഹിദ പറഞ്ഞെങ്കിൽ തർക്കമില്ല, വിവരമില്ലാതെ മതങ്ങൾ വന്നിക്കണം. പിന്നെ ഇവിടെ മുഴുവനും മുജാഹിദിനെ വളർത്തുന്നത് ഇത്തരം അരമൗലിമാരാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ,